പറയൂ, ഗിരിയേട്ടൻ എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയണം. ഇത്രയും വലിയൊരു സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതിന് എന്ത് കാരണം ഗിരിയേട്ടന് പറയാനുള്ളത്? നിന്നോട് ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ സംസാരിക്കും? ഒരമ്മയാവാൻ പോകുന്ന നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഇത്രയും മോശം വാർത്ത നിന്നെ അറിയിക്കണ്ടെന്ന് ഞാൻ കരുതി. എന്നിട്ട് അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായത്? എന്റെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? എനിക്കിതിനേക്കാളും വലിയൊരു അപമാനം സംഭവിക്കാനുണ്ടെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? നാട്ടുകാര് നിങ്ങളെ ചേർത്ത് കഥകൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. ഒരു കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ ഗിരിയേട്ടൻ എങ്ങനെ സാധിച്ചു? മഞ്ജു, പ്രീതി എടുത്ത തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അവളെ പിന്തിരിപ്പിക്കാൻ ഞാൻ പലതവണ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അവൾ എന്റെ മുന്നിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അവൾ അങ്ങനൊരു കടുങ്കൈ ചെയ്യണ്ടെന്ന് കരുതിയ തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാൻ അവളെ എതിർക്കാതിരുന്നത്. അവൾക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോയി ആ പാപം ചെയ്യട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. ഗിരിയേട്ടൻ അവളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയെന്ന് മാത്രമല്ല, ഫോമിൽ കുട്ടിയുടെ അച്ഛന്റെ പേരിന് നേരെ ഒപ്പുവെക്കുകയും ചെയ്തു. ആശുപത്രിയിൽ വെച്ച് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അതിനിടയിൽ നഴ്സ് വന്ന് ഏതോ ഒരു ഫോമിൽ എന്റെ ഒപ്പ് വാങ്ങിക്കൊണ്ടുപോയി. എനിക്ക് ആ കടലാസ് വായിക്കാൻ പോലും പറ്റിയില്ല. ഗിരിയേട്ടൻ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പറഞ്ഞതെല്ലാം വിശ്വാസയോഗ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ എന്നാലും ഞാൻ ഗിരിയേട്ടനെ വിശ്വസിക്കുവോ?